Hi guys, term insurance എന്ന് പറയുന്നത് utter waste of moneyയാണ് until you didn't do what I am going to say. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നോമിനീസ് ആയിട്ടുള്ള ആളുകൾ ആര് തന്നെ ആയാലും ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചിരിക്കണം. കാരണം ഒരുപാട് കേസുകളിൽ പല കേസുകളിലും എടുത്തിരിക്കുന്ന വ്യക്തി മാത്രമായിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ നോമിനിക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ക്ലെയിം ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവോ പരിജ്ഞാനമോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നിങ്ങളുടെ നോമിനെ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൃത്യമായി തന്നെ അറിയിച്ചിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് എങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യം അവരോട് വ്യക്തമായിട്ട് അറിയിക്കുക. എവിടെ ക്ലെയിം ചെയ്യണം എന്നുള്ളതും അവരോട് പറയാം. ഏറ്റവും ബെറ്റർ ആയിട്ടൊരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഏജൻറ്റിൻ്റെ അടുത്ത്, നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓൺലൈൻ വഴിയുള്ള പരസ്യങ്ങൾ കേട്ട് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല അപകടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു സംഗതി, നമ്മൾ ഈ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്, അവർ മേ ബി ഒരു കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന വെറും ഒരു സെയിൽസ് പേഴ്സൺ മാത്രമായിരിക്കാം. ഏതാനും മാസങ്ങൾ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള പേഴ്സൺസ് അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ടേം ഇൻഷുറൻസ് പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ടൂള് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ക്ലെയിം തന്നെ 100% റിജക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നല്ലൊരു ഏജൻറ്റിനെയോ നല്ലൊരു കൺസൾട്ടൻറ്റിനെയോ നമ്മൾ കണ്ടുപിടിക്കുക, അവർ മുഖേന എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ എടുത്തിരിക്കുന്ന വ്യക്തി, ഇപ്പം ഞാനാണ് വ്യക്തിപരമായിട്ടൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനില്ലാത്ത സമയത്താണ് എനിക്കിതിൻ്റെ ക്ലെയിം ചെയ്യേണ്ടി വരിക. ശരിയല്ല? അപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയോ ഒരു കൺസൾട്ടൻറ്റോ ഉണ്ടായിരിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, പലപ്പോഴും ടേം ഇൻഷുറൻസ് നമുക്കറിയാം, നമ്മുടെ അഭാവത്തിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് വലിയൊരു ലംസം എമൗണ്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് വലിയൊരു എമൗണ്ട് ലഭിക്കുന്ന പക്ഷം ഇത് ലഭിക്കുന്ന ഫാമിലിക്ക് ഇത്രയും ഫണ്ട് ഒരുമിച്ച് വരുമ്പോൾ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഗ്രാഹ്യങ്ങളും ഉണ്ടായിരിക്കില്ല. പലപ്പോഴും കാണുന്നത്, ഒരുമിച്ചൊരു വലിയ എമൗണ്ട് വരുമ്പോൾ അവർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റു പരിചയക്കാർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സേഫ് ആയിരിക്കാം എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പക്ഷേ വലിയ സ്കാമുകൾ തന്നെ അവർ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ, എസ്പെഷ്യലി നമ്മൾക്ക് ശേഷം അടുത്ത ഈ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന വ്യക്തികൾ, അത് ഈവൻ കുട്ടികളായാൽ പോലും, നമ്മൾ അവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്ത്? ഈ ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി ഈ ഫണ്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അതിന് നമുക്ക് പല വിധങ്ങൾ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏജൻസി മുഖാന്തരം തന്നെ അവരോട് സംസാരിക്കാം. ഈ ഫണ്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവരോട് പറയണം. അതിന് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വില്ല് തന്നെ നമുക്ക് എഴുതി എക്സിക്യൂട്ട് ചെയ്ത് വെക്കാം, രജിസ്റ്റർ ചെയ്ത് വെക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. രണ്ടാമതൊരു സംഗതി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുമിച്ച് ഒരു ഫണ്ട് ബൾക്കായിട്ട് വരുന്നതിന് പകരം ഫാമിലിക്ക് പാർട്ടായിട്ട്, നമ്മുടെ അഭാവത്തിൽ ഫാമിലിയുടെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടായിട്ട് ഈ എമൗണ്ട് റിലീസ് ആവുന്ന രീതിയിലും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പലരും വിട്ടുപോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, മാരീഡ് വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാ ടേം ഇൻഷുറൻസിലും ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്താണ് മാരീഡ് വുമൺ പ്രൊട്ടക്ഷൻ ആക്ട്? അതായത് നമ്മുടെ അഭാവത്തിൽ ഈ ലഭിക്കാൻ പോകുന്ന ഫണ്ട് നമ്മുടെ നോമിനിക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിന് തന്നെയായിരിക്കും ഈ ഫണ്ട് വന്ന് ചേരുന്നത്. പുറത്തെ ഒരു തേർഡ് പാർട്ടിക്ക് ഈ ഫണ്ട് ആക്സസ് ചെയ്യാനോ ഈവൻ ഗവൺമെൻറ്റിന് പോലും ഇതിൽ കൈകടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ റൂളാണ് മാരീഡ് വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത്. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ കേവലം ഓൺലൈൻ വഴി എടുക്കുന്ന ഒരു കളിപ്പാട്ടമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് എ സീരിയസ് ഫിനാൻഷ്യൽ ടൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാത്രം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഇൻഷുറൻസ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും 1-to-1 സെഷനിലൂടെ ഇരുന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷം മാത്രം എന്ത് ഡിസിഷൻ എടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.